ഹായ് ചങ്ങായിമാരെ, നമ്മൾ ഇന്നത്തെ വല വീശലൊന്നും ഉണ്ടല്ലോ. ഇന്ന് വല വീശിട്ട് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടീന്. അപ്പോൾ നല്ല അടിപൊളി മീനാണ്, നല്ല വിലയുള്ള മീനാണ് കിട്ടുക. ഈ ഏരിയെന്നൊക്കെ പറഞ്ഞാൽ 600 റുപ്യ 650 റുപ്യ എപ്പോഴും ഫിക്സ്ഡ് റേറ്റാണ്. അതിന് എത്ര മീനുള്ള കാലമാണെങ്കിലും മീനില്ലെങ്കിലല്ല അതിൻ്റെ റേറ്റാണ്. അപ്പോൾ നല്ല കടൽ ക്ഷോഭത്തിലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട റോളാണ് ഇപ്പോഴത്തെ. കടലൊക്കെ ഭയങ്കര മൂർച്ചം വെച്ചിട്ടാണ്. ഈ മാസം കർക്കിടം അങ്ങോട്ട് കഴിയണം. അപ്പോൾ കല്ലിലൊക്കെ ഒരുമാതിരി ഈ കടുക്കൻ്റെ മട്ടും ഇതൊക്കെ വന്നിട്ട് കല്ലിലുണ്ടാകുമ്പോൾ കല്ലിന് മൂർച്ചവും കുറയും, അതേപോലെ വല കുളത്തലും കുറയും. അല്ലെങ്കിൽ വല ഭയങ്കര ഉടക്കലാണ് കല്ലിൽ. അത് ഉടക്കിയാൽ ഇത് കിട്ടൂല. ഉടച്ചാലൊന്നും ഒരു ഭാഗത്ത് നമ്മൾ ഉടക്കി കഴിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ഉടക്കി കഴിക്കും. അങ്ങനെ ആകുമ്പോൾ നല്ല പരിക്കും പറ്റും. കയ്യും കാലൊക്കെ നല്ല മുറിയും. അപ്പോൾ വീശാൻ പോകുന്നിടത്ത് നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. ചില സമയത്ത് വല വീശിയാൽ ഈ മീനും വലിയ പോകില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതാണ്, ഡയറക്റ്റ് വരുത്താണ് കടൽ. വേറെ കൂടി അപ്പുറോട് കല്ലും മറ്റുള്ളതൊന്നും ഇല്ലല്ലേ, നേരെ വന്നിട്ട് ആളെ അടിച്ച് തെറിപ്പിച്ചാണ് പോയി. അതാണ് ഇവിടുത്തെ പ്രശ്നം. കടലിൽ ഡയറക്റ്റ് വരും, ഒരു സ്ട്രോങ് ഉണ്ടാവും കടൽ. ഇത് നല്ല കിട്ടുന്ന സ്ഥലമാണ്. വല പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ച് എടുക്കണം. അപ്പോഴത്തേനും അല്ലെങ്കിലുള്ള മീനൊക്കെ പോകും. അതാണ് കിട്ടുന്നത്. വല ഒടുക്കി കഴിഞ്ഞാലുള്ള മീൻ പോകും. വല ഒടുക്കിപ്പോയി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ പണി എടുത്തത് നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പ്, കഴിഞ്ഞ മഴക്കാലത്തിൻ്റെ ലാസ്റ്റിലേക്ക്. ഇപ്പം കുറേ കാലത്തിൻ്റെ ശേഷമാണ് എന്താകുന്നത് ഈ പണിയെടുക്കാൻ. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ട്, ഈ വർഷം ഫസ്റ്റായിട്ടാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ട് വല വീശണത്. അപ്പോൾ കടൽക്ഷോഭം ഒന്നും കൂടി അടങ്ങാനുണ്ട്. ആ സമയത്തെ കടലൊക്കെ ഒന്നും കൂടി ഈ ചെറിയ മുതലൊക്കെ വരുമ്പോഴാണ് ഒന്നും ഇവിടെ പണിയെടുക്കാൻ നല്ല സുഖവും ഒരുപാട് മീനും കിട്ടൽ. അപ്പോൾ ഇപ്പോഴൊന്ന് ഫസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഇതിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ല ഇതാണ് ഇവിടെ, നല്ല ബുദ്ധിമുട്ടും ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. വല വീശി കഴിഞ്ഞാലേ ഒരുപാട് റിസ്ക് എടുക്കണം. ഈ സമയമായതുകൊണ്ടിട്ടാണ്. ഏതാ കണ്ടോ, കല്ലിൽ കയറി അച്ചയിലേക്ക് അങ്ങോട്ട് തന്നെ വീണത്. ഇവിടെ കല്ലിൽ കയറി നമ്മൾ വീയും എന്ന് കണ്ടാൽ, വീണ് പോകുമെന്ന് മനസ്സിലായാൽ വെള്ളത്തിലേക്ക് ചാടി കൊടുക്കണം. ആ വീഴ്ച നമ്മൾ കല്ലിലാണ് വീണതെങ്കിൽ നമുക്ക് പണിയാണ്. പണി എന്ന് പറഞ്ഞാൽ അതിലെ വരിക്കിട്ട മാതിരി ഉണ്ടാവും. ഇപ്പം നമ്മൾ ഷൂ ഒക്കെ ഇട്ടാൽ ഷൂവിൻ്റെ അടിയിൽ കൂടി വേണ്ട. ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് തന്നെ വീണു. അത് കല്ലിലാണ് വീണതെങ്കിൽ അതിലെ വരിക്കിട്ടായിരിക്കും ഉണ്ടാവും. കാരണം അത് കത്തിനേക്കാളും മൂർച്ചയാണ് ഇപ്പോൾ കല്ലൊക്കെ. നമ്മൾ ഈ തേക്കം മലവെള്ളമൊക്കെ ഒഴുകി വരുന്നിടത്തൊന്നും ഈ മുരു എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. മുരു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും, ഭയങ്കര മൂർച്ചയായിരിക്കും. എൻ്റെ കയ്യും കാലും മുറിഞ്ഞതെല്ലാം ഉണ്ട്, കണ്ടമാനുണ്ട്. ഇപ്പോഴും എനിക്കൊരു 3-4 മുറിവ് നിലവിൽ പുതിയ മുറികളുണ്ട്. അതൊക്കെ മുറിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലേ. അപ്പോൾ നല്ല പൈസ കിട്ടണ മീനുമാണ് ഈ കല്ലിൻ്റെ ഉള്ളിലുള്ള മീൻ എന്നൊക്കെ പറഞ്ഞാൽ. നല്ല വില കിട്ടണ മീനാണ്. അമൂറൊക്കെ ഒരു ടൈമിന് 20,000-30,000 അമൂറൊക്കെ വല വീശും കണ്ട് പിടിക്കലുണ്ട് ഈ കല്ലിൻ്റെ ഉള്ളിൽ. അതിൻ്റെ സമയമായി വരുന്നുള്ളൂ. അത് ചിങ്ങം കഞ്ഞി മാസത്തിലാണ്. ചിങ്ങം, കഞ്ഞി, തുലാം, ഈ 3 മാസമാണ് ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സമയം. ഇപ്പോൾ കർക്കിടല്ലേ, ഒരു 10-20 ദിവസം കൂടി കഴിയണം. അപ്പോൾ ഇത് തോണിയിൽ കുറേ ദൂരെ പോയിട്ട് വല വീശണം, ഒരുപാടപ്പുറം. അതിപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ നല്ല വെള്ളമിറക്കമുള്ള സമയത്ത്
മറ്റേ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കല്ലിൽ തന്നെ വെച്ചിട്ട് അപ്പുറത്ത് കല്ലിൽ തന്നെ വെച്ചിട്ട് തിരിച്ച് മറ്റേ മീനൊക്കെ വലയിൽ നിന്ന് പുറത്താക്കി നമ്മൾ മാലിലെന്തെങ്കിലും എല്ലാം ആക്കാൻ പറ്റും. ഇത് വെള്ളം ഇറക്കം കുറവാകുമ്പോൾ നമ്മൾ പോണ തോണിക്ക് തന്നെ തിരിച്ചു വരണം. ഒരു വല വീശിയിട്ട് അതിലുള്ള മീനായിട്ട് തിരിച്ചു വരണം. തോണി വന്നിട്ട് അത് തോണിയിലൊക്കെ വെച്ച് ഇതാക്കിയിട്ട് വീണ്ടും പോകണം. ഒരുപാട് സമയമെടുക്കും. നല്ല ഇഞ്ചുറി ഉണ്ടാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാമെന്ന് പറഞ്ഞാൽ ഓരോ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയുള്ള പോക്കല്ലേ. നമ്മൾ നല്ല നിരന്ന സ്ഥലമൊന്നുമല്ല. നമ്മൾ കാല് വെക്കണടുത്ത് ചിലപ്പോൾ കുയ്യാണെങ്കിൽ ആ കുയ്യിലേക്ക് കാലങ്ങോട്ട് പോയാൽ പിന്നെ കാല് പൊന്തിക്കുമ്പോൾ 2-3 സ്ക്രാച്ചൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും മുറിഞ്ഞുണ്ടാവും അവിടെ ഇവിടെയൊക്കെ. കുറേയൊക്കെ മുറിയാതെയും കഴിച്ചിലാവും, മുറിവ് പറ്റാതെ കഴിച്ചിലാവും. അപ്പോൾ നമ്മളങ്ങനെ മുറിവ് പറ്റണതിന് വേണ്ടിയാണ് ഈ ഷൂവും പാൻറ്റും ഇതൊക്കെ ഇടുന്നത്. എന്നാലും അതൊന്നും എന്തല്ല സേഫ്റ്റി അല്ല. എന്നാലും ചെറിയ രൂപത്തിലൊക്കെ അങ്ങോട്ട് മുറിവൊക്കെ തട്ടാതെ കഴിച്ചിലാവും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മളെ പണി. ഇതെന്ന് പറഞ്ഞാൽ എന്തായാലും ഹാപ്പിയാണ്. ഈ ജോലി എടുത്തിട്ട് നമ്മളെ കുടുംബത്തിനെ പോറ്റാനുള്ളതൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് കുടുംബം ജീവിക്കുന്നുണ്ട്. പിന്നെ ഒരാളെ കീഴിലല്ല പണിയെടുക്കേണ്ടത്. അതുകൊണ്ടിട്ട് നമ്മളെ ഇഷ്ടത്തിന് പണിയെടുക്കാം. നമുക്ക് ശരീരത്തിന് ആവതുണ്ടെങ്കിൽ പണിയെടുക്കുക, ഇല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ സുഖം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ആളുകൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എത്ര മീൻ കിട്ടിയതിന് എന്താണ് കിട്ടിയതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.